ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ മസാല കൂട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 700 ഗ്രാം കപ്പ എടുത്ത് നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം കപ്പ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ഒരു 6 മിനിറ്റ്സോ നല്ലോണം തിളച്ചതിന് ശേഷം ആ വെള്ളം കളയണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് വേവിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ് കപ്പ. നല്ലോണം എന്നിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുഴുങ്ങി നല്ലോണം ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയുടെ മസാലയ്ക്ക് വേണ്ടത്, ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വേണം, ജിഞ്ചർ കുറച്ച് വേണം, വെളുത്തുള്ളി ഗാർലിക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് മസാലപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പെരിഞ്ജീരകം കുറച്ചിട്ടിട്ടുണ്ട്, ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ആഡ് ചെയ്യാം. ജിഞ്ചറും ഗാർലിക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് എടുത്ത് വെച്ചിരുന്നത്. ഇനി നമ്മൾ സവാള ആഡ് ചെയ്യാം. ഇത് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സവാളയും കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കപ്പ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. മസാലയ്ക്കുള്ള ഉപ്പ് ആഡ് ചെയ്യണം. നല്ലോണം നമുക്കിത് ഫ്രൈ ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളക് പൊടിയും മസാലപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 1 മിനിറ്റ് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. കപ്പ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്മാഷ് ചെയ്തത് നല്ലോണം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കപ്പ നല്ലോണം നമ്മൾ മിക്സ് ചെയ്തത് ഇതിലേക്ക് എല്ലാ മസാലയും കൂടെ നല്ലോണം ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ കപ്പ മസാല റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മൾ കപ്പ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 7 to 8 മിനിറ്റ്സ് മതി ഇതുണ്ടാക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.